മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇപ്പോൾ വരികയാണ്. മത്സരിക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നിടെ കെ സുധാകരൻ ഡൽഹിക്ക് തിരിച്ചു എന്നാണ് വാർത്ത. നേരത്തെ ഡൽഹിയിലേക്ക് പോകില്ല എന്നൊക്കെയുള്ള ചില സൂചനകൾ ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഡൽഹിയിലേക്ക് കെ സുധാകരൻ പുറപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തും. സീറ്റ് സംബന്ധിച്ച തർക്കത്തിൽ കെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അജീഷ്, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം പോകുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഒടുക്കം പോവുകയാണല്ലേ? ഇന്ന് പുലർച്ചെ 6 മണിയുടെ ഒരു വിമാനത്തിലാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായി ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെയായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. പിന്നീട് അത് യാത്ര മാറ്റിയിട്ട് വെക്കുകയായിരുന്നു. ഈ സീറ്റ് സംബന്ധിച്ചൊരു ഉറപ്പ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് കിട്ടാത്തതിനെ തുടർന്നാണ് യാത്ര നീട്ടിയത്. എന്തായാലും സംസ്ഥാന നേതൃത്വവും ഹൈക്കമാൻഡും ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും എംപിമാർ മത്സരിക്കേണ്ട എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോഴും കണ്ണൂർ സീറ്റിൽ മത്സരിക്കാനാകുമോ എന്നുള്ളൊരു ഉറപ്പ് കിട്ടിയിട്ടില്ല. എന്നാലും നേതൃത്വവുമായി ചർച്ച നടത്താമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അദ്ദേഹം ഡൽഹിക്ക് വണ്ടി കയറിയിട്ടുള്ളത്. സുധാകരനെ അനുനയിപ്പിക്കാനാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഡൽഹിക്ക് പോകുന്നു. ഇന്ന് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട്. അതിൽ ഈ പറയുന്നത് പോലെ 50 പേരുടെ പട്ടിക പ്രഖ്യാപനം ഉണ്ടാകും. അതിനു മുമ്പ് നേതാക്കളെ കണ്ട് തന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയെടുക്കുമോ കെ സുധാകരൻ എന്നുള്ളതിലാണ് ഇനിയിപ്പോൾ രാഷ്ട്രീയ ആകാംക്ഷ ബാക്കിയാവുന്നത്. തീർച്ചയായും സുധാകരന് മാത്രമായി അങ്ങനെ ഒരു ഇളവ് നൽകുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. കാരണം മത്സരിക്കാൻ സന്നദ്ധമായി മറ്റ് എംപിമാരും മുന്നോട്ട് വരുന്നൊരു സാഹചര്യം കൂടിയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹൈക്കമാൻഡ് സത്യത്തിൽ വിയർക്കുക തന്നെ ചെയ്യും. പക്ഷേ മണ്ഡലം കണ്ണൂരാണ്. കണ്ണൂരിൽ കെ സുധാകരനുള്ള സ്വാധീനം അത് കൃത്യമായി ബോധ്യമുള്ളവരാണ് നേതാക്കൾ. അപ്പോൾ എന്ത് ഫോർമുലയാണ്, അതാണ് നേരത്തെ നമ്മൾ ചോദിച്ചത്, എന്ത് ഫോർമുലയായിരിക്കും കെ സുധാകരുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നിന്ന് ഉണ്ടാവുക? കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.